ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ അസ്ത്രമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ താക്കീതായ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ബ്രഹ്മോസിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഇത് വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ കയറ്റുമതിക്ക് വഴി തുറക്കുന്ന ഒരു സുപ്രധാന സംഭവം കൂടിയാണ്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ മത്സരിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എല്ലാറ്റിനും തുടക്കം 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണമാണ്. ഈ ആക്രമണത്തിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സായുധ സേന തിരിച്ചടിച്ചത്. ഈ ദൗത്യത്തിന്റെ കുന്തമനയായിരുന്നു ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും റഡാർ കേന്ദ്രങ്ങളും തകർത്തു. കൃത്യതയും വേഗതയുമായിരുന്നു ബ്രഹ്മോസിന്റെ പ്രത്യേകത. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപേ ബ്രഹ്മോസ് ലക്ഷ്യം ഭേദിച്ചിരുന്നു. ഇന്ത്യ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ ഓപ്പറേഷൻ സിന്ദൂരിലെ ബ്രഹ്മോസിന്റെ പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ബ്രഹ്മോസിനെ ഇത്രയും അപകടകാരിയാക്കുന്നത്? ഇന്ത്യയുടെ DRDOയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. കരയിൽ നിന്നും, കപ്പലുകളിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും, വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ സാധിക്കും. 290 കിലോമീറ്റർ മുതൽ 800 കിലോമീറ്റർ വരെ ഭൂപരിധിയുള്ള വിവിധ പതിപ്പുകൾ ഇതിനുണ്ട്. ഒരിക്കൽ വിക്ഷേപിച്ചാൽ പിന്നീട് സിഗ്നലുകൾ നൽകാതെ തന്നെ ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇതിനെയാണ് ഫയർ ആൻഡ് ഫോഗറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ മിന്നും പ്രകടനം ബ്രഹ്മോസിനെ ലോകത്തിൽ ഏറ്റവും ആവശ്യക്കാരുള്ള മിസൈലുകളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. ഏകദേശം 14 മുതൽ 15 രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഫിലിപ്പീൻസുമായി ഇന്ത്യ $375 മില്യൺ കരാർ ഇതിനകം ഒപ്പുവെച്ചു കഴിഞ്ഞു. ഈ കരാർ പ്രകാരം 3 ബ്രഹ്മോസ് ബാറ്ററികളാണ് ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകുന്നത്. ഇതിൽ 2 എണ്ണം ഇതിനകം കൈമാറി കഴിഞ്ഞു. ഇന്തോനേഷ്യ ഏകദേശം 200 മുതൽ $380 ബില്യൺ ഒരു കരാറിനുള്ള ചർച്ചകളിലാണ്. കൂടാതെ വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ബ്രസീൽ, അർജന്റീന പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും UAE, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ബ്രഹ്മോസ് സ്വന്തമാക്കാൻ രംഗത്തുണ്ട്. ഇന്ത്യ ഇപ്പോൾ ബ്രഹ്മോസിന്റെ പുതിയ തലമുറ മിസൈലുകൾ വികസിപ്പിക്കുകയാണ്. ഭാരം കുറഞ്ഞ ഈ മിസൈലുകൾക്ക് കൂടുതൽ ദൂരത്തേക്ക് എത്താൻ കഴിയും. അതായത് ഒരു സുഖോയ് വിമാനത്തിന് നിലവിൽ 1 പകരം 3 മിസൈലുകൾ വരെ വഹിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഇന്ന് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതീകം മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകം കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത് ഇന്ത്യയുടെ ശക്തിയുടെ ഒരു നേർക്കാഴ്ചയാണ്. പ്രതിരോധ സാമ്പത്തിക രംഗത്തെ കൂടുതൽ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.